السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗത്തിൻ്റെ മറ്റു ഭാഗങ്ങളാണ് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. നമസ്കാരത്തിലെ പ്രാർത്ഥനകളും കീർത്തനങ്ങളും. നമസ്കാരം നമുക്ക് ഏറെ ശ്രദ്ധയോടു കൂടിയിട്ടും നമസ്കാരത്തിൻ്റെ എല്ലാ ഗുണഫലങ്ങളും ലഭിക്കത്തക്ക രൂപത്തിലുള്ള നിസ്കാരമാകണമെങ്കിൽ ആ നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണ ഉണ്ടാകണം. കുറേ അറബി പദങ്ങൾ കാണാതെ പഠിച്ച് അതിങ്ങനെ യാന്ത്രികമായി ഉരുവിടുന്നതിന് പകരം നമ്മൾ എന്താണോ പറയുന്നത് ആ പറയുന്നത് നമുക്കറിയണം. ആ രൂപത്തിലുള്ള പ്രാർത്ഥനകളായിരിക്കണം നമസ്കാരത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ആമുഖമായിട്ട് പഠിച്ചു വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളെ നമുക്കറിയുന്നതാണ്, പ്രാർത്ഥനകളൊക്കെ നമുക്കറിയുന്നതാണ്. ആ പ്രാർത്ഥനകളെ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അർത്ഥവും കൃത്യമായി പഠിക്കുന്നു. വെറുതെ ഒരു ധാരണ പോരാ, കൃത്യമായി തന്നെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇപ്പോൾ ദുആഉൽ ഇഫ്തിതാഹ്, ദുആഉൽ ഇഫ്തിതാഹ്, ഇസ്തിഫ്താഹ് എന്നൊക്കെ പറയാം. വിവിധ പ്രാർത്ഥനകൾ ദുആഉൽ ഇഫ്തിതാഹുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ ചൊല്ലാറുള്ള വജ്ജഹത്തു വജ്ഹിയ ലില്ലദി, അതൊരു പ്രാർത്ഥനയാണ്, ഒരു വലിയ പ്രാർത്ഥനയാണ്. ആ വലിയ പ്രാർത്ഥനയിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ സാധാരണ ചൊല്ലാറുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ക الثوبുൽ അബിയദു മിനദ് ദനസ് അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ് എന്ന പ്രാർത്ഥന. അപ്പോൾ നമ്മൾ നമസ്കാരത്തെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? 5 നേരത്തെ നമസ്കാരം നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയും. ഏതുപോലെ? 5 നേരം കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ യാതൊരു അഴുക്കും ഇല്ലാത്തതുപോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. 5 നേരം നിസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ ഉണ്ടാവുമോ? ഇല്ല. അതുണ്ടാകുന്നത് നമ്മൾ ഈ നമസ്കാരത്തിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവോട് ആവശ്യപ്പെടുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളത് ശ്രദ്ധയോട് കൂടിയിട്ട് പറയുമ്പോഴാണ് ആ അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രാർത്ഥന കേട്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ, കിഴക്കിനും പടിഞ്ഞാറിനുമിടയിൽ നീ അകറ്റിയതുപോലെ എൻ്റെയും എൻ്റെ പാപങ്ങളുടെയും ഇടയിൽ നീ അകറ്റണമേ. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ക الثوبുൽ അബിയദു മിനദ് ദനസ്. അല്ലാഹുവേ, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കപ്പെടുന്നത് പോലെ എന്നെ പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധിയാക്കണമേ. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. അല്ലാഹുവേ, എന്നെ പാപങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ട്, ആലിപ്പഴം കൊണ്ട്, മഞ്ഞുകൊണ്ടും ഒക്കെ കഴുകണമേ. ആ പറഞ്ഞത് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയോട് സമാനമുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കുറേ വാക്കുകൾ ഇതിലുണ്ട് അല്ലേ? അപ്പോൾ മയ്യത്ത് നമസ്കാരം നമുക്ക് വേണ്ടി മറ്റുള്ളവർ പറയുന്നതാണെങ്കിൽ ആ പറയുന്നത് തന്നെ നമുക്ക് ഗുണം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞിരിക്കണം എന്നുള്ളൊരു ബോധം കൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ
ശ്രദ്ധയോടുകൂടെ അർത്ഥമറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പിന്നീടുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിശദീകരണമൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി, പിന്നെ ഏതെങ്കിലുമൊക്കെ സൂറത്ത് ഓതിയതിന് ശേഷം റുക്കൂയിലേക്ക് സുജൂദ്, റുക്കൂയിലും സുജൂദിലും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് ആദ്യത്തെ പ്രാർത്ഥന. പിന്നെ റുക്കൂയിൽ വേറെയും സുജൂദിൽ വേറെയായിട്ട് പ്രവാചകർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഈ പ്രാർത്ഥന അല്ലാതെ തന്നെ വളരെ സുദീർഘമായ, അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ, തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ ഒക്കെ വളരെ സുദീർഘമായ പ്രാർത്ഥനകൾ പ്രവാചകർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫർദ് നമസ്കാരത്തിൽ നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പോൾ നമ്മൾ റുക്കൂയിലേക്ക് സുജൂദിലേക്ക് പോകുമ്പോൾ ഈ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അതായത് റുക്കൂയിലേക്ക് നമ്മൾ പോകുമ്പോഴും ഇനി അതിൽ കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബോധം, ഇപ്പോൾ ഒരാളുടെ മുന്നിലും ഒരു സൃഷ്ടിയുടെ മുന്നിലും നമ്മൾ കുനിഞ്ഞു നിൽക്കാനോ അതുപോലെ തന്നെ സുജൂദിലായിട്ട് നിൽക്കാനോ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. പ്രവാചകരെ, ഒരാൾക്ക് നമ്മൾ ഇങ്ങനെ മുസാഫഹത്ത് കൈ കൊടുക്കുന്നതിന് തെറ്റുണ്ടോ? അതൊന്നുമില്ല, കൈ കൊടുക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാമോ? ആണിനെ, പെണ്ണിനെ ആ നിലക്ക് പിന്നെ നമ്മൾ ആളുകൾക്ക് അഭിവാദ്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അങ്ങനെ ആലിംഗനം ചെയ്യുക, അതിനും തെറ്റില്ല. ഒരാളുടെ മുന്നിൽ കുനിയാമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരിക്കലും പറ്റില്ല. ഒരാളുടെ മുന്നിലും നമ്മൾ കുനിയാൻ പാടില്ല. അങ്ങനെ കുനിയണ്ട. ഇപ്പം ചില ആളുകൾക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒന്നുമില്ല. മനുഷ്യർ നമ്മളെല്ലാവരും അങ്ങോട്ട് എത്ര വലിയ ഉന്നതരായിരുന്നാലും, രാജാവായിരുന്നാലും, ഭരണാധികാരിയായിരുന്നാലും, ഏമാന്മാരായിരുന്നാലും ഒക്കെ ഒരാളുടെ മുന്നിൽ പോയിട്ട് കുനിഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരാവശ്യമേ ഇല്ല. നമുക്കൊക്കെ നമ്മളുടേതായ ഒരു വ്യക്തിത്വമുണ്ട് എന്നാണ് അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കുനിയ, ഇനി അതിലും അപ്പുറമായിട്ടുള്ള സുജൂദ്, ഇതൊക്കെ ചെയ്യുക സൃഷ്ടാവിൻ്റെ മുന്നിൽ മാത്രമാണ്. അപ്പം നമ്മൾ ആ ഒരു ബോധത്തോടു കൂടിയിട്ടായിരിക്കണം സുജൂദിലേക്ക് പോകേണ്ടത് എന്നർത്ഥം. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഇത് നമുക്ക് സുജൂദിലും അതുപോലെ റുക്കൂയിലും അതുപോലെ തന്നെ സുജൂദിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. എന്താ അതിൻ്റെ അർത്ഥം? അപ്പം നമുക്ക് ആ ഒരു ബഹുമാനത്തോടു കൂടിയിട്ട്, അല്ലേ? സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു അടിമ ഉടമയുടെ മുന്നിൽ ചെയ്യുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭം എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബോധത്തോട് കൂടിയിട്ട് നമ്മൾ അല്ലാഹുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുവേ, എനിക്ക് പാപമോചനം നൽകണേ. അപ്പോൾ നോക്കുക, നമ്മൾ ദുആഉൽ ഇഫ്തിതാഹിൽ പ്രാർത്ഥിച്ചപ്പോൾ പാപമോചനത്തിന് വേണ്ടിയിട്ട് അവിടെ പ്രാർത്ഥന വന്നു, അല്ലേ? റുക്കൂയിലേക്ക് പോണു, ആ റുക്കൂയിലും പാപമോചനത്തിന് വേണ്ടിയിട്ട് തേടുകയാണ്, അതാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഇത് പിന്നെ സുജൂദിൽ പോകുമ്പോൾ അങ്ങനെ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തില് ഒക്കെ അത്തഹിയാത്തിലുള്ള അവസാനത്തെ പ്രാർത്ഥനകളിൽ ഇതിലൊക്കെ ഇത് വരികയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. അപ്പോൾ ഈ പ്രാർത്ഥന നമുക്കൊക്കെ അറിയാം, അല്ലേ? സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. പിന്നെ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അദീം, അതിമഹത്വമുള്ള എൻ്റെ റബ്ബ് എത്രയധികം പരിശുദ്ധൻ എന്ന പ്രാർത്ഥന. സുബ്ഹാന റബ്ബിയൽ അഅല, അവിടെ സുബ്ഹാന റബ്ബിയൽ അദീം എന്നാണ്, മഹത്വമുള്ളത്. അപ്പോൾ ഉന്നതനായ എൻ്റെ റബ്ബ് എത്രയധികം പരിശുദ്ധൻ എന്ന് നമ്മൾ സുജൂദിലും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന അത് 3 തവണ തന്നെയാണ് ചെല്ലേണ്ടത്. രണ്ടാമത്തതും റുക്കൂയിലുള്ള പ്രാർത്ഥന, രണ്ടാമത് പഠിച്ചത് സുജൂദിലുള്ളതൊക്കെ 3 തവണയാണ്. ഇനി 1 തവണ ചെല്ലിയാലും തെറ്റൊന്നുമില്ല. ഇനി 3-ൽ കൂടുതലും ആക്കുകയും ചെയ്യും. അപ്പോൾ ഒറ്റയാക്കുന്നതാണ് സുന്നത്ത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ റുക്കൂ കഴിഞ്ഞു. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കുക, എന്താണ് അതിൻ്റെ അർത്ഥം? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ്, അല്ലേ? സ്തുതിച്ചവരെ. ആരാണോ സ്തുതിച്ചത്? നമ്മളാണ് സ്തുതിച്ചത്. ആരെയാണ് സ്തുതിച്ചത്? അള്ളാഹുവിനെയാണ്. അപ്പോൾ സമിഅ അല്ലാഹു കേട്ടിട്ടുണ്ട് എന്നാണ്. ലിമൻ ഹമിദഹു, അവനെ സ്തുതിച്ച ഒരുത്തരെ എന്നാണ്. അപ്പോൾ
നമ്മളെ സ്തുതിച്ച സ്തുതി, അതായത് റുക്കോയിൽ നിന്നുകൊണ്ട് അല്ലെ, റുക്കോയിൽ നിന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചു, റുക്കോയിൽ നിന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തി, അത് അള്ളാഹ് കേട്ടിട്ടുണ്ട് എന്ന് പറയാണ്. എന്ന് പറയുമ്പോൾ അള്ളാഹു കേൾക്കാൻ തക്ക രൂപത്തിൽ ആയിരിക്കണം നമ്മളത് പറയേണ്ടത്. അള്ളാഹു കേൾക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ എത്ര വില പറഞ്ഞാലും കേൾക്കും, ഉറക്കനെ പറഞ്ഞാലും കേൾക്കും, അതല്ല വിഷയം. അള്ളാഹു കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കേൾവില്ല, നമ്മളെ പരിഗണിക്കുന്നു അള്ളാഹു, നമ്മുടെ പറച്ചിൽ കേട്ടിട്ട്. അപ്പൊ ആ നിലക്ക് നമുക്ക് പറയാൻ കാരണം അല്ലേ, ഗൗരവത്തോടു കൂടിയിട്ട്, അതുപോലെ തന്നെ ശ്രദ്ധയോടു കൂടിയിട്ട്, വിനയത്തോടു കൂടിയിട്ട്, പ്രതീക്ഷയോടു കൂടിയിട്ട് ഒക്കെ നമുക്കത് പറയാൻ സാധിക്കണം. ശരി, അങ്ങനെ നമ്മൾ എഴുത്തിദാലിൽ ഇങ്ങനെ നേരെ ചൊവ്വെ നിൽക്കുന്നു. റബ്ബന ലക്കൽ ഹംദു മിൽഅ അസ്സമാവാതി വമിൽഅൽ അർദ് വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. അപ്പൊ ഇതൊന്ന് ഇതിൽ നിന്ന് നോക്കിയിട്ട് തന്നെ പഠിക്കണം. നമ്മളിങ്ങനെ പണ്ട് പഠിച്ചതാണ്. പണ്ട് പഠിക്കുമ്പോഴുള്ളൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ അത്ര കാര്യബോധമോ അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവമൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പണ്ട് പഠിച്ചതല്ല. മദ്രസയിൽ നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ പോയി അങ്ങനെയാണ് പഠിച്ചതാണ്. അപ്പൊ അന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ ചൊല്ലി വരുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ തേയ്മാനം പോയിട്ടുണ്ടാവും, ചില അക്ഷരങ്ങൾ പോയിട്ടുണ്ടാവും, ചില വാക്കുകൾ പോയിട്ടുണ്ടാവും. അപ്പൊ ആ കാണാതെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ 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 ആയിട്ട് ചൊല്ലി വരുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ചെല്ലുന്നത് ഇത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. റബ്ബന ലക്കൽ ഹംദ്, അതിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലക്കൽ ഹംദ്, നിനക്കാകുന്നു സ്തുതി. മിൽ അസ്സമാവാതി വമിൽ അൽ അർദ്, ആകാശങ്ങളും ഭൂമിയും, പിന്നെയോ വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദു, ശേഷം നീ ഉദ്ദേശിച്ചതും നിറയെ. അപ്പോൾ സർവസ്തുതിയും റബ്ബനാ ലക്കൽ ഹംദു മിൽഅ അസ്സമാവാതി വമിൽഅൽ അർദ് വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു എന്ന് പറയാം. മിൻ ശൈഇൻ ബഅദഹു എന്നൊന്നും ഇല്ല കേട്ടോ. അത് പഠിച്ചു, ചിലപ്പോൾ അങ്ങനെയൊക്കെ നന്നാക്കി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് വേണ്ട, മിൻ ശൈഇൻ ബഅദു. ഇനി നമ്മൾ രണ്ട് സുജൂദിന്റെ ഇടയിൽ, അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. വളരെ ഗൗരവപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സകലതും ഈ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടു എന്നതാണ് അതിന്റെ സവിശേഷം. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നോക്കാം, അല്ലാഹുമ്മ ഗുഫിർലി, ഒന്നാമത് നമ്മൾ പറയണത് അല്ലാഹുമ്മ ഗുഫിർലി എന്ന്. അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന്. അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ. അപ്പൊ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. വർഹംനീന, നീ എന്നോട് കരുണ കാണിക്കണമേ. അപ്പൊ ഒന്ന് ചെറിയ ഒരു ശ്രദ്ധ, ഇപ്പൊ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അശ്രദ്ധമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ശ്രദ്ധ തരാം. എന്താണ് ഈ റഹ്മത്ത് അല്ലേ? നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്. അപ്പൊ റഹ്മത്ത് എന്നുള്ളൊരു പദാണ്. അപ്പോൾ അള്ളാഹുവിന്റെ വിശേഷണമാണ് റഹ്മാൻ, റഹീം എന്നുള്ളത്. അപ്പോൾ ഈ റഹ്മത്ത് എന്നുള്ള പദം അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അതിന് 3 അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ. നമ്മൾ സാധാരണ റഹ്മാൻ റഹീം എന്നൊക്കെ പറഞ്ഞാൽ പരമകാരുണ്യകൻ, കരുണാനിധി. എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ല. കരുണാനിധി നമ്മൾ കേട്ടിട്ടുണ്ട്, കരുണാനിധിയും കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അല്ലേ, പ്രത്യേകിച്ച് ഒരു ആ പദത്തിന്റെ ഒരു ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള പദാണിത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്താണോ അതാണല്ലോ. അപ്പോ അതുകൊണ്ട് ആ പേരുകൾ, ഒരുപാട് പേരുകൾ, 99 പേര് അസ്മാഉൽ ഹുസ്ന എന്നുള്ള നിലക്ക്, ഇനി അതല്ലാതെയും ധാരാളം പേരുകൾ. ഈ പേരുകളിൽ ഏറ്റവും കൂടുതൽ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള പദാവുമ്പോൾ അതിന് സവിശേഷത എന്താ അതിൻ്റെ അർത്ഥം? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിത്തരാൻ അല്ലെങ്കിൽ അത് നിവർത്തിച്ചു തരാൻ കഴിവുള്ള. 2, നമുക്കൊരുപാട് ആശങ്കകളുണ്ട്, പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ. ആഗ്രഹങ്ങളും ഒക്കെ ആശങ്ക, പേടിയുണ്ട്. അങ്ങനെ നമ്മൾ എന്തിൽ നിന്നൊക്കെ പേടിക്കുന്നു അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകാൻ കഴിവുള്ള, അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിർവഹിച്ചു തരാൻ കഴിവുള്ളവൻ, നമ്മൾ എന്തൊക്കെ ഭയപ്പെടുന്നു ആ ഭയപ്പെടുന്നതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകാൻ കഴിവുള്ള.
മൂന്നാമതൊരു അർത്ഥം കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഉഫ്രാനക്ക എന്നോ അല്ലെങ്കിൽ റഹ്മാൻ റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് ഗഫൂർ എന്നൊക്കെ വരുന്നില്ലെങ്കിലാണ് അങ്ങനെ ഒരു അർത്ഥം വരും. അപ്പോൾ ഇവിടെ വന്ന് അല്ലാഹുമ്മ ഗഫിർലി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു അർത്ഥത്തിലേക്ക് പോകേണ്ടതില്ല. ഏതായാലും മൂന്നാമത്തെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു തരാൻ കഴിവുള്ളവൻ അവനാവും. വേറെ ആർക്കും പുറത്തു തരാനുള്ള യാതൊരു അധികാരവുമില്ല, കഴിവുമില്ല. ആർക്കെങ്കിലും കഴിവുണ്ടോ നമ്മുടെ പാവങ്ങൾ പുറത്തു തരാൻ? ഇല്ല. നമ്മൾ എന്ത് പാവങ്ങൾ ചെയ്തു എന്ന് പോലും അവർക്ക് അറിയില്ല, പിന്നെ എങ്ങനെ പുറത്തു തരാൻ കഴിവുണ്ടാകുക? അപ്പോൾ എന്തായി? അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹു എനിക്ക് നീ പുറത്തു തരണേ. വർഹംനി എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? പടച്ചവനെ, എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങളൊക്കെ നീ എനിക്ക് നിർവഹിച്ചു തരണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആശങ്കകളുണ്ട്, ആ ആശങ്കകളൊക്കെ നീ ഇല്ലാതാക്കി തരണം. എന്താ പിന്നെന്തെങ്കിലും ഉണ്ടോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം? ഇതല്ലേ ഉള്ളൂ. ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ആശങ്കകൾ. അപ്പൊ എല്ലാം ആയി അവിടെ. പിന്നെയോ വജ്ബുർനി, വജ്ബുർനി എന്നാണ്. അവിടെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ആ പദം പഠിച്ചു വെക്കുക. എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരണേ എന്ന്. അല്ലേ? നമ്മൾ ഒരുപാട് ന്യൂനത ഉള്ള മനുഷ്യന്മാരാണ്. ന്യൂനത എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് അത്ര കണ്ട് ഗൗരവത്തോട് കൂടിയിട്ട് നമ്മുടെ തലയിലേക്ക് കയറിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളതിന് വീക്ക്നെസ് എന്ന് പറയും. അപ്പോൾ പല വീക്ക്നെസ്സുകളുള്ള ആളുകളാണ്. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ വേറെ പല വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. പടച്ചവനോട് പറയാണ് വജ്ബുർനി, എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരണേ. പിന്നെ നോക്കുക, വർഫഇനി എന്നാണ്. എന്നെ നീ ഉയർത്തണം എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മുടെ പദവികൾ ഉയർത്തി തരണം, അല്ലേ? നമ്മുടെ ഉയർത്തണം എന്ന് പറയും. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? നമ്മളെ ഉയർത്തുക എന്നുള്ളതിന് നേരെ ഇതിൽ താഴ്ത്തുക എന്നാണല്ലോ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ താഴ്ച ഉണ്ടാകുക, വീഴ്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിലുണ്ടാവും, അല്ലെ? അഭിമാനത്തിന് താഴ്ചയും വീഴ്ചയും ഒക്കെ ഉണ്ടാകാം, സാമ്പത്തികമായിട്ടുണ്ടാകാം, അതുപോലെ തന്നെ കുടുംബപരമായിട്ടുണ്ടാകാം, അങ്ങനെ പലതും ഉണ്ടാകാം. പടച്ചവനെ വർഫഇനി, എല്ലാ നിലയിലും ഏത് വിഷയത്തിലും എനിക്ക് നീ ഉയർച്ച നൽകണേ എന്നാണ്. പിന്നെയോ വഹ്ദിനി, വഹ്ദിനി എനിക്ക് മാർഗദർശനം നൽകണേ. വആഫിനി, എനിക്ക് മാപ്പ് നൽകണം, അല്ലെ? അഫൂവ് നൽകണം. വആഫിനി, ആഫിയത്ത് ആ അർത്ഥത്തിലും വരാം. അതുകൊണ്ട് ആരോഗ്യം അവിടെ കൊടുത്തത്. വർസുക്കിനി, അതുപോലെ തന്നെ എനിക്ക് നീ ഉപജീവനം നൽകണം. ഒരു ചെറിയ പ്രാർത്ഥനയിൽ ഒരു വരിയുള്ളൂ, അല്ലെ? ഒരു വരി പ്രാർത്ഥനയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും ചോദിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഇതിൽ നോക്ക്. എന്തെങ്കിലും വേറൊന്നുണ്ടോ? ഇതിന്റെ വിശദീകരണം പിന്നെ ഉണ്ടാവുള്ളൂ. റിസ്ക് വേണം, സമ്പത്ത് വേണം, മക്കളെ വേണം, ജീവിതത്തിൽ ഉയർച്ച വേണം, നമ്മുടെ വീക്ക്നെസ്സുകൾ ഇല്ലാതാക്കി തരണം, മാർഗദർശനം വേണം, ആഫിയത്ത് വേണം, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളതെല്ലാം ചോദിക്കുന്ന ഒരു പ്രാർത്ഥന. അപ്പൊ സുജൂദിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പ്രാർത്ഥിച്ച്, എന്നിട്ട് ആ രണ്ട് സുജൂദുകളാണ്, അല്ലേ? രണ്ട് ബാക്കിയുള്ള എല്ലാ നിസ്കാരത്തിലെ ഓരോന്നും ഒന്നേ ഉള്ളൂ. പക്ഷെ സുജൂദുകൾ രണ്ടെണ്ണാണ്. അവ രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇരിക്കുകയാണ്. ആ ഇരുന്നിട്ട് നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ട് ഇരിക്കണം നമ്മൾ. വെറുതെ അങ്ങനെയാണ് സുജൂദ് പോയി അവിടെ കിടന്ന്, പിന്നെ അവിടെ കണ്ടിരുന്ന്, പിന്നെ അവിടെ കിടന്ന്, അങ്ങനെ നിസ്കാരത്തെ പറ്റിയിട്ട് തന്നെ നമ്മൾ പറയും നിൽക്കരിക്കാന്നല്ലേ? നിൽക്കുക അതാണല്ലോ നിൽക്കരിക്കാന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു കോലത്തിലുള്ള നിൽക്കരിക്കലല്ല ആകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത്തഹിയാത്താണ് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കി വെക്കുക. അത്തഹിയാത്തു അൽ മുബാറകാത്തു അസ്വലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ്. ഇനി ഇതിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഈ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അത്തഹിയാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആണോ പഠിച്ചത്, ആ പഠിച്ചത് ഇനി നന്നാക്കാനൊന്നും പോകണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് എടുത്തിട്ട് അതിന്റെ അർത്ഥം പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ സംഗതികളൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടാകുക. കുറച്ച് അങ്ങോട്ട് ആദ്യത്തിൽ അത്തഹിയാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു അത്തയ്യിബാത്തു ലില്ലാഹി എന്ന് പറയുന്നതിന് പകരം അത്തഹിയാത്തു ലില്ലാഹി അൽ മുബാറകാത്തു അസ്സലവാത്തു അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും കുഴപ്പമുള്ള സംഗതിയല്ല. അപ്പൊ എന്താണ്? അത്തഹിയാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ അഭിവാദ്യങ്ങൾ, അതുപോലെ തന്നെ അനുഗ്രഹം, ആരാധനകൾ,
വിശിഷ്ടമായവയും എല്ലാം അള്ളാഹുവിന് തന്നെയാണ്. സ്വലവാത്താണ് നമ്മളിവിടെ ആരാധന, ത്വയ്യിബാത്ത് വിശിഷ്ടമായിട്ടുള്ളത്, തഹിയ്യത്ത് അഭിവാദ്യം, അതുപോലെ തന്നെ അനുഗ്രഹം, ഇതൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ ഉടയവൻ, അതിൻ്റെയൊക്കെ ആത്യന്തികമായി മടങ്ങി വരുന്നത് ആരിലാണ്? അള്ളാഹുവിനാണ്. മനസ്സിലായല്ലോ. എന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന നബിയെ, അങ്ങേക്ക് അള്ളാഹുവിന്റെ സമാധാനവും കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. അപ്പൊ ഇത് വളരെ ഗൗരവപ്പെട്ടിട്ട് നബിയോട് പറയാം. നബിയോട് പറയാന്ന് പറയുമ്പോൾ ഇവിടെ ആളുകൾ മനസ്സിലാക്കിയത് നബീനാടാ, നബിയെ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ നബിയെ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നു, അപ്പൊ നബി അത് കേൾക്കുന്നു, നമുക്ക് ഉത്തരം നൽകുന്നു, എന്നിട്ട് ഈ ഇത് കേൾക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ നബിയോട് പറയാം. അങ്ങനെ ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കബറാളികളോട് സലാം പറയുമ്പോൾ ആ സലാം അവരിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ റസൂലിനോട് പറയുമ്പോൾ റസൂലിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്തോളും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ ഒരു സംഗതി എത്തിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ വേറുള്ളത് എത്തിച്ചു കൊടുക്കുന്നു, പിന്നെ നമ്മൾ അതിലേക്ക് കിയാസാക്കാൻ പാടില്ല. ഏത് പ്രാർത്ഥനാപ്പത്തും, അപ്പൊ പിന്നെ അവിടുന്ന് ഉത്തരം കിട്ടും, പിന്നെ അങ്ങനെ ആക്കും. പിന്നെ അതിന്റെ ശേഷം ഇബിലീസ് ഉണ്ടാക്കി തരുന്ന ഓരോ സംഗതിയാണ്. നമ്മൾ പറയാണ് അസ്സലാമു അലൈന, ഞങ്ങൾക്കും അതുപോലെ തന്നെ വാല ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സദുർത്തരായ അടിമകൾക്കും അള്ളാഹുവിന്റെ സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. അപ്പൊ എന്താ, നബിക്ക് കാരുണ്യം ഉണ്ടാകട്ടെ, നമുക്കും ഉണ്ടാകട്ടെ എന്ന് പറയണം. എന്നിട്ട് അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലെ ഷഹാദത്ത് പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കേണ്ടത് എങ്ങനെ? 4 ഘടകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കണം. 4 രൂപത്തില്. വെറുതെ എങ്ങനെയുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഷഹാദത്തിന് സാക്ഷ്യം വഹിക്കലാവൂല. പിന്നെ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതും നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ഓർമ്മയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളിത് ചൊല്ലേണ്ടത്. ഇനി അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇനി ഇത് ചേർത്ത് പറയുന്ന രൂപമുണ്ട്, അങ്ങനെ പറയാം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും മേൽ നീ ഗുണം ചൊരിയണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്കും കുടുംബത്തിനും മേൽ നീ ഗുണം ചൊരിഞ്ഞതുപോലെ നീ സ്തുത്യർഹനും മഹാനുമത്രേ, ഇന്നക ഹമീദും മജീദ് എന്ന്. എന്നിട്ട് അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ വീണ്ടും നമ്മൾ പറയുന്നു, ഇന്നക ഹമീദും മജീദ്, നീ സ്തുത്യർഹനും മഹാനുമത്രേ. പിന്നീട് നമുക്ക് ആവശ്യമായത് എന്തും പ്രാർത്ഥിക്കാം. ആവശ്യമായത് പറഞ്ഞാൽ സ്വലാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചത്, മനസ്സിലായില്ലേ? അപ്പോ ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ഇത് പറഞ്ഞതിന് ശേഷം നബി പറഞ്ഞു, പിന്നീട് അവന് ഇഷ്ടമുള്ളത് അവന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. നമസ്കാരത്തില് പിന്നെ ഇഷ്ടമുള്ളത് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പ്രാർത്ഥന. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം നൽകിയാൽ പിന്നെ പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മൾ സുജൂദ് പോയിട്ട് പിന്നെ സൂറത്തുൽ ഫാത്തിഹ, നല്ല സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഓതുക, അതുപോലെ തന്നെ റുക്കോഴ് പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് നല്ല സൂറത്താണ്, ഖുർആന്റെ 1/3 എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് സൂറത്ത് ഓതുക, ഈ വക ഏർപ്പാടൊന്നും പറ്റില്ല. അവിടെയൊക്കെ എന്താണോ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഇത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാരണം എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പലതൊക്കെ അരികൊക്കെ പോയിട്ടുണ്ടാവും ചെറുപ്പം മുതൽ പഠിച്ചതുകൊണ്ട്. അപ്പോൾ ഈ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, എന്താണ്? അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മിൻ അദാബി ജഹന്നം, ഇതിൽ നിന്നാണ്? അദാബു ജഹന്നം, നരക ശിക്ഷയിൽ. വമിൻ അദാബിൽ ഖബർ, അതുപോലെ തന്നെ ഖബറിലെ ശിക്ഷയിൽ.
അപ്പോൾ നരകശിക്ഷയുണ്ട്, അതുപോലെ തന്നെ ഖബറിൽ രക്ഷാശിക്ഷകളുണ്ട്. അതൊക്കെ റസൂൽ പരിചയപ്പെടുത്തിയതാണ്, അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയിട്ട് പറഞ്ഞതും. അതുപോലെ തന്നെ ഒമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്, ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന്. അതൊരു വല്ലാത്ത പരീക്ഷണമാണ് അല്ലേ? ജീവിതത്തിലുള്ള പരീക്ഷണം നമുക്കറിയാം, മരണത്തിലുള്ള പരീക്ഷണം എന്താണ്? മരണത്തിലുള്ള പരീക്ഷണം എന്താണ്? അപ്പൊ ജീവിതത്തിലുള്ള പരീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ രൂപത്തിൽ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനക്സിം മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാവും. മരണത്തിലുള്ള പരീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. മുസ്ലിമായിക്കൊണ്ട് മരിക്കുക അല്ലെ, തവഫനി മുസ്ലിമൻ. അതിനാ മുസ്ലിമായിക്കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ നേരത്തെ ഒരു 5 മിനിറ്റ് ഞാൻ മുസ്ലിമായിട്ട് എത്തുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവില്ല. പിന്നെയോ മുസ്ലിമായി ജീവിച്ചു കൊണ്ടിരിക്കേ നമ്മൾ മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിക്കുന്നു. എന്നാൽ മരണത്തിന്റെ സമയത്ത് പരീക്ഷണങ്ങൾ ഉണ്ടാകാം അല്ലേ? അപ്പോൾ ആ ഒരു പരീക്ഷണങ്ങൾ വരും. മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാം, വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് മരിക്കാം, അങ്ങനെ പല രൂപത്തിലൊക്കെ മരിക്കാം. അപ്പോൾ അതുകൊണ്ട് പടച്ചോനെ അത്തരം ഒരു അവസ്ഥയിലേക്കൊന്നും എന്നെ ആക്കല്ലേ. എന്താണ്? വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്ന് അവസാന കാലഘട്ടങ്ങളിൽ വരുന്നത് മസീഹുദ്ദജ്ജാലി. അതല്ലാത്ത എല്ലാവിധ ദജ്ജാലിയങ്ങളും, ആളുകളെ ദീനിൽ നിന്ന് കുഴപ്പത്തിലാക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ദജ്ജാൽ എന്ന് പറയാം. അതിനു പുറമെ അവസാന ഘട്ടത്തിൽ ഇറങ്ങുന്ന ആ ദജ്ജാലുമായി ബന്ധപ്പെട്ടുള്ളതും ആകാം. ഇനി അതിനുശേഷം സ്വലാത്തിന് ശേഷം പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന കൂടെ നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറ. അല്ലാഹുവേ, ഞാൻ അനേകം പാപങ്ങൾ എൻ്റെ ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചു. അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറ ചെയ്ത് എൻ്റെ ആത്മാവിനോട് അനേകം അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പുറത്തു തരുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണം, മഗ്ഫിറത്തൻ മിൻ ഇൻദിക്, നിന്റെ അടുത്ത് നിന്നുള്ള പാപമോചനം. വർഹംനി, നീ എനിക്ക് എന്നോട് നീ കാരുണ്യം കാണിക്കണം. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഗഫൂറാണ് അതുപോലെ തന്നെ റഹീമാണ്. ഓ അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറ. പടച്ചോനെ അല്ലാഹുവേ, ഞാൻ അനേകം പാപങ്ങൾ ചെയ്ത് എൻ്റെ ആത്മാവിനോട് അക്രമം ചെയ്തു പോയിട്ട്. അതുകൊണ്ട് വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപം പുറത്തു. വേർക്കുള്ളതൊക്കെ വെറുതെ പറയാം അല്ലേ? എന്നെ പിടിച്ചവർക്ക് ഒന്നും പേടിക്കണ്ട എന്നൊക്കെ വെറുതെ പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് കുരിശിലേറി വെറുതെ പറയുന്നതാണ്. അതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല, ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ സങ്കല്പങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതല്ലാതെയും ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറെയും പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, അല്ലേ? അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണം, ഞാൻ ചെയ്തു കഴിഞ്ഞ പാപം. അതാണ് ഖദ്ദംതു, മുൻകൂട്ടി ചെയ്താണ്, ചെയ്ത് കഴിഞ്ഞു പോയ. വ അഖർതു എന്നാണ്, ഇനി ചെയ്യാൻ പോകുന്ന പാപം എന്നാണ്. ചിന്തിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നീ ചെയ്യാൻ പോകണം പുറത്തു തന്നെ എന്ന് പറയാം. അതുപോലെ തന്നെ വമാ അസ്റർതു, ഞാൻ രഹസ്യമായിട്ട് ആരും കണ്ടിട്ടില്ല, ഞാൻ മാത്രം അറിയുള്ളൂ, വേറൊരാളും അറിയില്ല. വമാ അലൻസ്, പരസ്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും ചിലതൊക്കെ അല്ലെ, കമ്പനി കൂടിയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഒമാ അസ്രഫ്ത്, ചിലത് നമ്മൾ ഇസ്രാഫ് അതായിരിക്കും, അതിൽ നമ്മൾ മാസ്റ്റർ പീസ് ആയിരിക്കും. ഒമാ അസ്രഫ്ത് ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒമാ അൻത അഅലമു ബിഹി മിന്നി, അതുപോലെ തന്നെ എന്നേക്കാൾ കൂടുതൽ അത് അറിയുന്നവൻ നീയാണ് അല്ലെ, എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാം. അങ്ങനെയുള്ളത് അൻതൽ മുഖദ്ദിം വ അൻതൽ മുഅഖിർ, എന്താണ്? നീയാണ് അൽ മുഖദ്ദിമും അൽ മുഅഖിറും എന്ന് പറഞ്ഞാൽ നിന്റെ ഔദാര്യമോ ശിക്ഷയോ നൽകുന്നതിൽ മുന്തിപ്പിക്കുന്നവനും പിന്തിപ്പിക്കുന്നവനും നീയാണ്. എന്താണ് അവിടെ അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിർ എന്നുള്ളത് പഠിച്ചു വെക്കുക. നീയാണ് മുന്തിക്കുന്നവൻ, നീയാണ് പിന്തിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ ശിക്ഷ നമുക്ക് മുൻകൂട്ടി വരും എന്ന് നമ്മൾ ചെയ്തതിന് കേട്ടോ. ഇനി അതല്ല, അള്ളാഹു ആ ശിക്ഷ നമുക്ക് നൽകാതെ പിന്തിപ്പിക്കും. അതാണ് പറഞ്ഞത്. നിന്റെ ഔദാര്യമോ ശിക്ഷയോ നൽകുന്നതിൽ, ശിക്ഷ ഔദാര്യം നൽകുന്നതിനും അള്ളാഹു മുന്തിപ്പിക്കും, ശിക്ഷ നൽകുന്നതിനും അള്ളാഹു മുന്തിപ്പിക്കും. ഔദാര്യം നൽകുന്നതിനും അള്ളാഹു പിന്തിപ്പിക്കും, ശിക്ഷ നൽകുന്നതിനും പിന്തിപ്പിക്കും. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ ആ ഗുണത്തെ നമ്മളവിടെ പറയാം. ലാ ഇലാഹ ഇല്ല അൻത
യഥാർത്ഥത്തിൽ നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. നമുക്ക് നമ്മളെ നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകളെ പറ്റിയിട്ട് തന്നെ നമ്മളിങ്ങനെ മൈൻഡിൽ നമ്മൾ സ്വന്തം ഇങ്ങനെ ഇരുന്നിട്ട് ഗവേഷണം നടത്താനല്ല കേട്ടോ, മറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക. എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു പോയിരുന്ന സംഗതികൾ ഇതൊക്കെയാണ്. അപ്പോൾ ആ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നന്നായി ആലോചിച്ച് അങ്ങനെ നമ്മുടെ മനസ്സ് ആ പ്രാർത്ഥനയുടെ കൂടെ ഉണ്ടായി അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതിനാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥം പഠിക്കുന്നത്. കൃത്യമായി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.